ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് MEDC. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറിയുടെ സിലബസിനോട് ചേർന്ന് ഒരു KT മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാർട്ട് 1 ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കുക. ഇന്നത്തെ സെഷനിൽ നെറ്റ്വർക്ക് ഫംഗ്ഷൻസിൻ്റെ ഒരു essay ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 14 മാർക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. KTU S3 EC ബാർ AE സ്റ്റുഡൻസ് അതുപോലെ EEE സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കോമൺ ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ്. അപ്പം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ദ നെറ്റ്വർക്ക് ഡിറ്റർമൈൻ ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് Z11 of S, വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G21 of S ആൻഡ് കറണ്ട് ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ α21 of S ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതിൽ വി നീഡ് ടു ഫൈൻഡ് Z11 of S, G21 of S ആൻഡ് α21 of S. നെറ്റ്വർക്ക് ഫംഗ്ഷൻസിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം, വാച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗിവൺ നെറ്റ്വർക്കിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് R തന്നെ ആയിരിക്കും. കപ്പാസിറ്റർ C becomes 1/CS, ഇൻഡക്ടർ L becomes LS. ഇതിൻ്റെ എസ് ഡൊമൈൻ സർക്യൂട്ട് വരയ്ക്കാം. എസ് ഡൊമൈൻ സർക്യൂട്ട് ഇവിടെ ഫസ്റ്റ് കപ്പാസിറ്റർ ഇൻഡക്ടർ പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അത് എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം R തന്നെ ആയിരിക്കും. LS ആയിട്ട് കൺവേർട്ട് ചെയ്യും. C 1/CS ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് C ആണ്, അതിൻ്റെ വാല്യൂ ഹാഫ് ആണ്. ഇപ്പം നമ്മൾ അതിനെ 1/CS കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 2/S കിട്ടും. തെറ്റിപ്പോകരുത്, 2/S ആണ് വരുന്നത്. കാരണം ഇവിടെ C ഓൾറെഡി ഹാഫ് ആണ്. അപ്പം 1/12S എന്ന് വരും. ദാറ്റ് ഈസ് 2/S എന്ന് വരും. ഇനി നെക്സ്റ്റ് ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ LS ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ L1 ആണ്. സോ 1/S ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് ഈ സീരീസ് കോമ്പിനേഷൻ, ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1 ഫാരഡ് ആണ്. സോ 1/CS എന്ന് പറയുമ്പോഴത്തേക്ക് 1/S വരും. ഇൻഡക്ടർ 2 ആണ് വാല്യൂ. അപ്പോൾ LS എന്ന് പറയുമ്പോഴത്തേക്ക് 2S എന്ന് വരും. അപ്പോൾ ആ സർക്യൂട്ട് എസ് ഡൊമൈനിൽ ഈ ഒരു ഫോമിൽ വരും. ഇൻപുട്ട് V1 of S, ഔട്ട്പുട്ട് V2 of S. ഇനി ഞാൻ ഈ ഒരു ടേമിന് പാരലൽ കോമ്പിനേഷൻ ഉണ്ടല്ലോ, പാരലൽ കോമ്പിനേഷൻ കപ്പാസിറ്റർ ഇൻഡക്ടർ, അതിൻ്റെ വാല്യൂ എസും 2/S ആണ്. അതുപോലെ ഈ സീരീസ് കോമ്പിനേഷൻ കപ്പാസിറ്റർ അതിൻ്റെ വാല്യൂ 1/Sഉം ഇൻഡക്ടറിൻ്റെ വാല്യൂ 2S ആണ്. ഈ പാരലൽ കോമ്പിനേഷന് ഞാൻ ഇംപെഡൻസ് ആയിട്ട് Z1 of S വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ സീരീസ് കോമ്പിനേഷന് ഞാൻ Z2 of S വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്. കാരണം അത് ഇംപെഡൻസ് ആണ് വരുന്നത്. അതിൽ Z1 of S എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2/S പാരലൽ S എന്ന് വരും അല്ലേ. 2/S പാരലൽ S എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ സം എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് 2 ഡിവൈഡ് ബൈ എൻ്റെ സം എന്ന് പറയുമ്പോഴത്തേക്ക് 2/S പ്ലസ് S എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 2S ഡിവൈഡഡ് ബൈ S² പ്ലസ് 2 എന്ന് കിട്ടും. Z1 of Sൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ Z1 of S എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അതുപോലെ Z2 of S ഈക്വൽ ടു ഇവിടെ സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. 1/S പ്ലസ് 2S എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 1 പ്ലസ് 2S² ഡിവൈഡഡ് ബൈ S എന്ന് കിട്ടും. ഇവിടെ നമ്മൾ Z1 of Sഉം Z2 of Sഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. Z11 of S ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ Z11 of S എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിലെ ഇംപെഡൻസിൻ്റെ സമ്മാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ടേമിന് നമ്മൾ Z1 of S എന്നും ഇതിന് നമ്മൾ Z2 of S എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം Z11 of S എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് പോർട്ടിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് Z1 of S പ്ലസ് Z2 of S എന്ന് വരും. ഓൾറെഡി Z1 of Sഉം Z2 of S ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് Z1 of S 2S ഡിവൈഡ് ബൈ S² പ്ലസ് 2 ആൻഡ് Z2 of S 1 പ്ലസ് 2S² ഡിവൈഡ് ബൈ S എന്ന് വരും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് Z11 of S ഈക്വൽ ടു കിട്ടുന്ന വാല്യൂ 2s raised to 4
പ്ലസ് 7s² പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ s³ പ്ലസ് 2s എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് പഠിച്ചതായിരുന്നു. ഇപ്പോൾ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് പോർട്ടിൻ്റെ ഇമ്പിഡൻസിൻ്റെ സമ്മ വരുന്നത് Z11 ഓഫ് എസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ്, Z1 ഓഫ് എസും Z2 ഓഫ് എസും ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് Z11 ഓഫ് എസിൻ്റെ വാല്യൂ കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് G21 ഓഫ് എസ് ആണ്. ഇപ്പോൾ G എന്ന് വെച്ചാൽ നമുക്കറിയാം വോൾട്ടേജിൻ്റെ റേഷ്യോ വരുന്നത് V/V ആ വരുന്നത്. ഇവിടെ 2 ആയതുകൊണ്ട് V2 ഓഫ് എസ് ഡിവൈഡ് ബൈ V1 ഓഫ് എസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് വോൾട്ടേജ് ഗെയിൻ ആണ് G എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറയുമ്പോൾ ആൽഫ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിൻ്റെ കേസിൽ ഇത് ഞാൻ ഇവിടെ നിന്ന് ഡ്രോ ചെയ്യാണ്. നമ്മളുടെ നെറ്റ്വർക്ക് ഈ ഒരു ഫോമിലായിട്ടുണ്ട്. ദിസ് ഈസ് അവർ Z1 ഓഫ് എസ് ആൻഡ് ദിസ് ഈസ് Z2 ഓഫ് എസ്. ഇൻപുട്ട് V1 ഓഫ് എസ്, ഔട്ട്പുട്ട് V2 ഓഫ് എസ്. ഈ നെറ്റ്വർക്കിന് നമുക്ക് ആ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് V2 ഓഫ് എസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, V1 ഓഫ് എസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യേണ്ടത്. V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. ഇതിൻ്റെ കേസിൽ ഇൻപുട്ട് പോർട്ടിലെ കറണ്ട് I1 ഓഫ് എസ്, ഔട്ട്പുട്ട് പോർട്ടിലെ കറണ്ട് I2 ഓഫ് എസ് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ V2 ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് V2 ഓഫ് എസ് ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ രണ്ടും സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹിയർ നമുക്ക് എഴുതാം I1 ഓഫ് എസ് ഈക്വൽ ടു I2 ഓഫ് എസ് ആണ്. അപ്പം ഞാൻ അതിനെ I ഓഫ് എസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു കറണ്ട് I ഓഫ് എസ്. സോ V2 ഓഫ് എസ് ഇസ് ഈക്വൽ ടു I ഓഫ് എസ് ഇൻറ്റു R. ഇവിടുത്തെ R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പിഡൻസ് Z2 ഓഫ് എസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ V2 ഓഫ് എസിന് വരെ നമുക്ക് എന്ത് എഴുതാം? I ഓഫ് എസ് ഇൻറ്റു Z2 ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ G21 ഓഫ് എസ് എന്ന് വെച്ചാൽ V2 ഓഫ് എസ് ഡിവൈഡ് ബൈ V1 ഓഫ് എസ് ആണ്. Vന് I ഇൻറ്റു R ആണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ ആണ്, ഔട്ട്പുട്ട് ഓപ്പൺ ആണ്. അപ്പോൾ രണ്ടും സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ I ഇൻറ്റു R ആണ്. I മീൻസ് I ഓഫ് എസ്, R മീൻസ് അതിൻ്റെ ഇമ്പിഡൻസ് Z2 ഓഫ് എസ്. ഇനി അതുപോലെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? V1 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. V1 ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതനുസരിച്ച് എന്തായിരിക്കും? I ഓഫ് എസ് ഇൻറ്റു ഇമ്പിഡൻസ്, ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. ഇൻപുട്ട് ഇമ്പിഡൻസ് പറയുമ്പോഴത്തേക്ക് Z1 ഓഫ് എസിൻ്റെയും Z2 ഓഫ് എസിൻ്റെയും കൂടെ സം ആയിരിക്കും. I ഓഫ് എസ് ഇൻറ്റു Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ് എന്ന് വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും കറണ്ട് I1 ഓഫ് എസ് ഈ സെയിം ആസ് I2 ഓഫ് എസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ I ഓഫ് എസ് എടുത്തത്. സോ I ഓഫ് എസ് ഇൻറ്റു ഇമ്പിഡൻസ് Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ് എന്ന് വരും. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ടിൻ്റെ ഇമ്പിഡൻസ്, ഇൻപുട്ട് ഇമ്പിഡൻസ് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെയും സമ്മായിട്ട് വരും. ഇവിടെ നമുക്ക് I ഓഫ് എസ് ക്യാൻസൽ ചെയ്യാം. സോ G21 ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് Z2 ഓഫ് എസ് ഡിവൈഡ് ബൈ Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ് എന്ന് വരും. ഓൾറെഡി നമ്മൾ Z1 ഓഫ് എസിൻ്റെ വാല്യൂം Z2 ഓഫ് എസിൻ്റെ വാല്യൂം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ 2s⁴ പ്ലസ് 5s² പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 2s⁴ പ്ലസ് 7s² പ്ലസ് 2 എന്ന് വരും. ഇവിടെ Z2 ഓഫ് എസിൻ്റെ വാല്യൂ 1 പ്ലസ് 2s² ബൈ എസും Z1 ഓഫ് എസിൻ്റെ വാല്യൂ 2s ഡിവൈഡ് ബൈ s² പ്ലസ് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് G21 ഓഫ് എസിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, Z11 ഓഫ് എസും G21 ഓഫ് എസും. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് α21 ഓഫ് എസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് കറണ്ട് ഗെയിനാണ് വരുന്നത്, ട്രാൻസ്ഫർ ഗെയിനാണ് വരുന്നത്. അപ്പോൾ അവിടെ ആൽഫ മീൻസ് കറണ്ടിൻ്റെ റേഷ്യോ ആയിരിക്കും വരുന്നത്. ഇവിടെ 2:1 ഓഫ് എസ് ആയിരിക്കും വരുന്നത്. നമുക്കിവിടെ ഓൾറെഡി അറിയാം ഇതിൻ്റെ കേസിൽ I1 ഓഫ് എസും I2 ഓഫ് എസും സെയിം ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ സീരിയലി കണക്ട് ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആയിട്ട് വരും. ഇതിപ്പം 14 മാർക്സിന് ചോദിച്ചത് കൊണ്ട് നമുക്കതൊന്ന് പ്രൂവും കൂടെ ചെയ്തേക്കാം. ദറ്റ് ഈസ് ബൈ ഡെഫിനേഷൻ α21 ഓഫ് എസ് ഇസ് ഈക്വൽ ടു I2 ഓഫ് എസ് ഡിവൈഡ് ബൈ I1 ഓഫ് എസ്. ഇനി നമുക്കറിയാം I ഈക്വൽ ടു V/R ആണ് അല്ലേ. അപ്പോൾ ഈ ഔട്ട്പുട്ട് കറണ്ടിനെയും V/R ഫോമിൽ, അതുപോലെ ഇൻപുട്ട് കറണ്ടിനെയും V/R ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I2 കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ടേംസ് ഓഫ് V/R എഴുതുമ്പോഴത്തേക്ക് V2 ഓഫ് എസ്
ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് Z2 ഓഫ് എസ് വരും. അപ്പം ഞാൻ ഈ I2 ഓഫ് എസിന് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് ഡിവൈഡഡ് ബൈ ഇനി I1 ഓഫ് എസിന് I1 ഓഫ് എസിന് V/R ഫോം ആകുമ്പോഴത്തേക്ക് എന്ത് വരും? വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് V1 ഓഫ് എസ് ഡിവൈഡ് ബൈ അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻപുട്ടിൻ്റെ ഇമ്പിഡൻസ് രണ്ടിൻ്റെയും കൂടെ സമ്മായിട്ട് വരും Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് V2 ഓഫ് എസ് ഡിവൈഡ് ബൈ V1 ഓഫ് എസ് ഇൻറ്റു ഇമ്പിഡൻസിന് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ Z2 ഓഫ് എസ് എന്ന് വരും. ഇനി V2 ഓഫ് എസ് ബൈ V1 ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് V2 ഓഫ് എസ് ബൈ V1 ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ G21 ഓഫ് എസ് ആണ്. ഓക്കെ, വോൾട്ടേജ് റേഷ്യോ ആണ്, ട്രാൻസ്ഫർ റേഷ്യോ ആണ്. ഇൻറ്റു എന്ത് വരും? Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ് ഡിവൈഡ് ബൈ Z2 ഓഫ് എസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ 2s⁴ പ്ലസ് 5s² പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2s⁴ പ്ലസ് 7s² പ്ലസ് 2 എന്ന് വരും. ഇൻറ്റു ഈ Z1 ഓഫ് എസിൻ്റെയും Z2 ഓഫ് എസിൻ്റെയും വാല്യൂ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കലായിട്ട് വരും. ദാറ്റ് ഈസ് 2s⁴ പ്ലസ് 7s² പ്ലസ് 2 ഹോൾ ഡിവൈഡ് ബൈ 2s⁴ പ്ലസ് 5s² പ്ലസ് 2 എന്ന് വരും. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ വാല്യൂ α21 ഓഫ് എസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് അത് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് രണ്ടിൻ്റെ റേഷ്യോ 1 ആയിട്ട് വരും. ഇത് 40 മാർക്സിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിൻ്റെ ഫുൾ സൊല്യൂഷനാണ്. സെക്കൻഡ് α21 ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? ഈ I2 ഓഫ് എസിന് നമ്മൾ എന്ത് ചെയ്തു? V2 ഓഫ് എസ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ്. അപ്പോൾ ഔട്ട്പുട്ടിലായതുകൊണ്ട് Z2 ഓഫ് എസ് വരും ഈ ടേം എന്ന് പറയുന്നത്. അതുപോലെ I1 ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻപുട്ട് വോൾട്ടേജ് V1 ഓഫ് എസ് ഡിവൈഡ് ബൈ അതിൻ്റെ ഇമ്പിഡൻസിൻ്റെ സം Z1 ഓഫ് എസ് പ്ലസ് Z2 ഓഫ് എസ് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഈ ടേമിന് G21 ഓഫ് എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അത് ഓൾറെഡി നമ്മൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ആൻസർ 1 കിട്ടും. അതാണ് ഇതിൻ്റെ ഫുൾ സൊല്യൂഷൻ. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ വരുമ്പം ആ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് മാർക്കുണ്ട്. ഡെഫിനിഷൻസ് എഴുതിന് മാർക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. BTech MEDC.